ഇന്നൊരു മലബാർ സ്നാക്ക് ഉണ്ടാക്കാം. മലബാർ സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇഫ്താർ നോമ്പ് സമയത്താണ് കൂടുതലായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഈ ഒരു സ്നാക്ക് ഉണ്ടാവാറുള്ളത്. ഇഫ്താർ സ്നാക്സ് വിൽക്കുന്ന ഷോപ്പുകളിൽ പലയിടത്തും അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടെ എറണാകുളത്ത് 2-3 ഷോപ്സ് ഉണ്ട്, അവിടെയൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ കലത്തപ്പം. അപ്പോൾ കലത്തപ്പത്തിന്റെ റെസിപ്പി ലിജിതയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ലിജിത ചോദിച്ചിട്ട് 1-2 ആഴ്ചയായി. പക്ഷെ അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നീട്ടി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലിജിതയ്ക്കായിട്ട് ഇതാ കലത്തപ്പം റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതിപ്പോ ഇഫ്താർ നോമ്പ് സമയത്തൊന്നും അല്ല, നമുക്ക് എപ്പോ കഴിക്കണം എന്ന് തോന്നിയാലും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അതിനെ പ്രത്യേകിച്ച് ഇന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെസഹ അപ്പം ഉണ്ടല്ലോ, പെസഹ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 1-2 കമന്റ്സ് വന്നിരുന്നു. ചേച്ചി പെസഹ അപ്പം എപ്പോഴും ഉണ്ടാക്കാമോ, അല്ലെങ്കിൽ ഈ പെസഹ വ്യാഴാഴ്ച മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലെങ്കിലും, അത് എപ്പോഴും ഉണ്ടാക്കാമോ ഇല്ലെന്നൊന്നും അറിയില്ലെങ്കിലും, ഇപ്പോ നമ്മുടെ ഇവിടെയൊക്കെ വിഷുവിന് വിഷുക്കഞ്ഞി വെക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ആ വിഷുക്കഞ്ഞി വിഷുവിന് മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് വിഷുക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ കഴിക്കാം. അങ്ങനെയാണ് ഞങ്ങള് ചെയ്യുന്ന രീതി. അപ്പോൾ പെസഹ അപ്പത്തെ കുറിച്ചും ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നിയമങ്ങളും നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കുക എന്ന് മാത്രമേ നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം. അപ്പൊ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ റംസാൻ നോമ്പ് സമയത്ത് നമ്മള് പല സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്, പിന്നെ അടുത്ത വർഷം ഉണ്ടാക്കുള്ളൂ. പക്ഷെ ഞങ്ങളിവിടെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കും. അതിന് പ്രത്യേകിച്ച് ഇന്ന സമയം അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വിഷുക്കഞ്ഞിയുടെ കാര്യവും പറഞ്ഞത്. വിഷുക്കഞ്ഞി ആണെങ്കിലും ഈ വിഷുവിന് ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോ അന്ന് പായസമൊക്കെ ഉണ്ടായതുകൊണ്ട് വിഷുക്കഞ്ഞി വേറൊരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. 1-2 മാസം കഴിഞ്ഞിട്ട് വിഷുക്കഞ്ഞി ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങള്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം. അതാണല്ലോ എല്ലാവരും വിശപ്പ് മാറ്റുക എന്നല്ലേ പറയുക, ഇഷ്ടമുള്ളത് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ കലത്തപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പശയുള്ള പച്ചരി ഉപയോഗിക്കരുത്. അത് നമ്മൾ ഒരു 99% റെസിപ്പികളിലും പറയാറുണ്ട്, പശയുള്ള പച്ചരി യൂസ് ചെയ്യരുത്, കറക്റ്റ് ആവില്ല റിസൾട്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിലൊന്ന് പറയാം. എങ്ങനെയാണ് നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ അരി 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്, ചോറ് എടുത്തിട്ടുണ്ട്, ഉള്ളി, ജീരകം, നമ്മുടെ നല്ല ജീരകം അതായത് ക്യുമിൻ സീഡ്സ്, പിന്നെ ഏലക്ക പൊടിച്ചത്, തേങ്ങക്കൊത്ത് ചെറിയ പീസാക്കി എടുത്തത്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടാക്കാം, നെയ്യ് ചേർത്തിട്ടുണ്ടാക്കാം, രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും ഒരുമിച്ച് ചേർക്കാണ്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ചുപ്പ്, ആവശ്യത്തിന് വെള്ളം. ആദ്യം നമുക്ക് ഈ അരി, ഏലക്കയും ജീരകവും ചോറും എല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരി അരയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് അരയ്ക്കരുത്, അധികം തിക്കായി പോരുത്, അതുപോലെ തന്നെ അധികം ലൂസായും പോരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. വലിയ ജാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാവുന്നേ ഉള്ളൂ, 1 കപ്പ് അരിയല്ലേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണാണ് നമ്മുടെ ഏലക്കാപ്പൊടി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചോറും ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല, അരച്ചു കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് അരിയും ചോറും ഏലക്കയും ജീരകവും എല്ലാം ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പ് 240 ml മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം, 1 പിഞ്ച് ഉപ്പ്, അതായത് നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നത് ശർക്കരപ്പാനി റെഡിയാക്കലാണ്. ശർക്കരപ്പാനി റെഡിയാക്കുമ്പോൾ ചൂടോടുകൂടിയാണ് നമ്മൾ ഈ അരി അരച്ച ബാറ്ററിലേക്ക് ഒഴിക്കുന്നത്. അതുകൊണ്ട് ശർക്കരപ്പാനി റെഡിയാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിയും തേങ്ങയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും ഒരേ സമയം ചെയ്യുക. അപ്പോൾ ആ ചൂട് മാറിപ്പോവാതെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ശർക്കരയും മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മൾ തേങ്ങക്കൊത്താണ് ആഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങക്കൊത്തിനാണ് കുക്കിംഗ് ടൈം കൂടുതലുള്ളത്.
ശർക്കര പാനിക്കായിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എല്ലാം മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അളവ് തെറ്റിപ്പോവാതെ കുക്ക് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ തേങ്ങ ചെറുതായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൽ ചേർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ചെറിയതായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ നമ്മൾ സാധാരണ വറവിടാൻ ചേർക്കുന്ന പോലെ ഈ ഉള്ളിയും തേങ്ങയും ഒരുമിച്ച് തന്നെ കുക്കായി വരണം. ഒന്ന് ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരണം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ശർക്കര നന്നായിട്ട് മെൽറ്റായി വരിക. ഞാനിപ്പോൾ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് ചീവി എടുത്തിട്ടാണ് ശർക്കര മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിയും കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശർക്കര പാനി നമ്മുടെ അരിമാവിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശർക്കര പാനിയുടെ ചൂട് കുറയുന്നതിന് മുന്നേ തന്നെ ചേർക്കണം. അപ്പോഴാണ് നമ്മുടെ കലത്തപ്പം കറക്റ്റായിട്ടുള്ള ആ ഒരു അതിൻ്റെ ഇൻസൈഡ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക്. ഇല്ലെങ്കിൽ ശർക്കര പാനിയുടെ ചൂട് മാറി വരുന്നതനുസരിച്ച് കലത്തപ്പത്തിൻ്റെ ഇൻസൈഡ് പെർഫെക്റ്റ് ആവില്ല. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിയും തേങ്ങക്കൊത്തും ഒരുപോലെ തന്നെ ആ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയുള്ള കാര്യങ്ങളെല്ലാം വേഗം ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ചൂട് മാറരുത്. അതിലാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് ഇതൊന്നുകൂടി കളർ മാറി വരും. ഇനി നമുക്ക് ശർക്കരപ്പാനി മാവിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇത് കണ്ടോ, കുറച്ച് തിക്കാണ്. നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അധികം വേണ്ട. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഈ മിക്സ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ അടിഭാഗം ഒന്ന് കൂട്ടി ചേർത്ത് ഇളക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിമാവ് ആയതുകൊണ്ട് അടിഭാഗത്ത് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അതൊന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, ഇത് ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ ഇളക്കി കൊടുക്കുക. ഒഴിച്ചിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. വൈകരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് കുക്കായി പോവും. ഇപ്പോൾ ഇതുണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് ചെറിയ ചൂടുണ്ട് ഈ മാവിന്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂട് ശർക്കരപ്പാനി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ചൂടായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഹൈറ്റുള്ള കുക്കറാണ് കുറച്ച് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വട്ടം കൂടിയ കുക്കർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കലത്തപ്പം പരന്നു പോകും, ഹൈറ്റ് ഉണ്ടാവില്ല അപ്പത്തിന്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ കുക്കറിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം വേഗം തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നത്. പിന്നെ ഈ ഒരു കുക്കർ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിത് എന്ത് കുക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്ത കുക്കറാണ്. വല്ലപ്പോഴും കേക്ക് ഉണ്ടാക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കുക്കർ, ഇതുപോലത്തെ കുക്കറാണ് ഈ കലത്തപ്പം ഉണ്ടാക്കാൻ നല്ലത്. സ്റ്റീലിൻ്റെ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ കുക്കർ എടുത്തത്. അപ്പോൾ പഴയ കുക്കറാണ്, കുറേ വർഷത്തെ പഴക്കമുണ്ടതിന്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കുക്കർ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു കുക്കർ വെച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ ബർണറിലാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കുക്കിംഗ് ടൈം വരുന്നത് നമ്മുടെ ബർണറിൻ്റെ വലിപ്പവും എല്ലാം അനുസരിച്ചാണ്. ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങക്കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. അത് കുക്കായി വരുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല.
1 മിനിറ്റ് ഈ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് ഏറ്റവും ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ, അത് നിങ്ങളുടെ ബർണറിൻ്റെ വലിപ്പം അനുസരിച്ചും എടുക്കുന്ന കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചും വ്യത്യാസം വരാം. അപ്പോൾ മിനിമം 10 മിനിറ്റ് എങ്കിലും വയ്ക്കുക. ആദ്യത്തെ 1 മിനിറ്റ് കഴിഞ്ഞിട്ട്, അപ്പോൾ ആദ്യം 1 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചിട്ട് 1 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ കലത്തപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കറക്റ്റ് 12 മിനിറ്റ് ആയി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം തുറന്നു ചെക്ക് ചെയ്തു, ഒരു സ്ക്യൂവർ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കി, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, സ്ക്യൂവറിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ അടച്ചു വയ്ക്കുക. ഇനി നമ്മുടെ കലത്തപ്പം ഈ കുക്കറിൻ്റെ ചൂടിലിരുന്നിട്ട് വീണ്ടും കുക്ക് ആയിക്കൊണ്ടിരുന്നോളും. അപ്പോൾ കൃത്യം 12 മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ പറഞ്ഞ അളവുകളെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറക്കാം. ഇപ്പോൾ നമ്മൾ കുക്കർ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ ചൂട് കുറഞ്ഞിട്ടില്ല, കുക്കറിന് ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്ക്യൂവറോ ഇർക്കിലോ എന്തെങ്കിലും എടുക്കുക. ഇതുപോലെ നടുഭാഗത്താണ് കുത്തി ചെക്ക് ചെയ്യുന്നത്. ഇതിൽ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ടേ നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കൈ പൊള്ളും, അതുപോലെ തന്നെ അപ്പം പൊട്ടിപ്പോവും. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ഇത് കണ്ടോ, ഈ ഹോൾസൊക്കെ വന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി, നമ്മുടെ കലത്തപ്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ സൈഡ്സൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനിങ്ങനെ കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അടിഭാഗവും കൂടി കാണിച്ചു തരാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം കാണാൻ പറ്റില്ല. കണ്ടോ, ഓവറായിട്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചോപ്പിംഗ് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ കലത്തപ്പം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.